വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സിബീസ് വ്ലോഗ്. അപ്പം നമ്മൾ ഇന്നത്തെ പരിപാടി നമ്മൾ ട്രിപ്പ് പോവുകയാണ് വീണ്ടും കാന്തല്ലൂർ മറയൂർ. അപ്പം പാക്കിംഗ് ആണ് നടക്കുന്നത്. പാക്കിംഗ് സെക്ഷൻ കാണിച്ചു തരാം. നമ്മൾ ഈ കറുത്ത കവറിൻ്റെ അകത്ത് വേസ്റ്റ് അല്ല, ബാഗാണ്. മനു ഹായ് കാണിക്കും. ചിക്കു കാണിച്ചേട്ടാ ഒരു ഹായ് സെറ്റ് ചെയ്യാനേ ഉള്ളൂ. അപ്പം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ബീനാൻറ്റി പുതിയ കയറൊക്കെ വാങ്ങിച്ച് നമ്മുടെ ലഗേജ് ഇതായിരിക്കുന്നു. ഇനി രണ്ടുപേര് നമ്മള് ഇവിടെ ചേട്ടാ ഹായ് കാണിക്കും. പിന്നെ നമ്മളിവിടെ നേരെ പള്ളിയിലൊന്ന് മെഴുകുതിരി എത്തിക്കാന്ന് കരുതി. മാതാവിൻ്റെ അവിടെ അതാണ് പള്ളി. നമുക്കിവിടെ മെഴുകുതിരിച്ചിട്ടാണ് നമ്മൾ പൂജപ്പുര എത്തിയിരിക്കുകയാണ് പെട്രോൾ അടിക്കാൻ വേണ്ടി. പിന്നെ പെട്രോൾ അടിച്ചിട്ട് നിൽക്കുന്നത് ചിക്കുവും കണ്ണച്ചേട്ടനാണ് ഇന്ന് അവരെ എത്തിയത്. ഇവിടെ കണ്ണച്ചേട്ടനോടെ കണ്ണച്ചേട്ടനും ചിക്കുവാണ്. കാപ്പി മണിക്കൂട്ടന്. നമ്മൾ ഒരു ടീം അവിടെ എവിടെ നിന്ന് പെട്രോൾ അടിക്കണേ ഉള്ളൂ. പക്ഷെ നമ്മളങ്ങനെ ഫ്രണ്ടേ പോയവരാണ്. വഴിക്ക് ജസ്റ്റ് ഒന്ന് നമുക്ക് വഴി ഒന്ന് മാറിപ്പോയി. റോഡൊന്ന് മിക്സായി. നമ്മൾ ഫുഡ് കഴിച്ചു തുടങ്ങി. പൊറോട്ട, ഗ്രേവി, ദോശ, സാമ്പാർ, രസവട, ചിക്കൻ ഇതൊക്കെ കൊണ്ട് ഇപ്പോൾ വരും. ഇതാണ് കട. അപ്പോൾ ഫുഡ് എങ്ങനെയുണ്ട്? ഇപ്പോൾ പറയാൻ നന്നായിട്ടുണ്ട്. പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ ഏതോ ഒരു സ്ഥലത്തെത്തി. വഴി കണ്ടൊരു ബസ് സ്റ്റോപ്പ് അവിടെ ഇവിടെ കയറി കിടക്കുകയാണ്. പെട്രോൾ പമ്പാണ് ഉദ്ദേശിച്ചത്, പക്ഷെ കിട്ടിയില്ല. പിന്നെ കിട്ടിയ സ്ഥലത്ത് എവിടെയാണൊക്കെ അങ്ങ് കയറി കിടക്കുകയാണ്. ശ്രീകുട്ടി അവളുടെ വെള്ളം സനി എവിടെ ചിക്ക് സോറി 2 പേര് അവിടെ കിടപ്പുണ്ട്. അങ്ങനെ നമ്മൾ ബസ് സ്റ്റോപ്പിൽ നിന്ന് നമ്മൾ തിരിച്ച് യാത്ര തുടങ്ങാൻ വേണ്ടി പോകുന്നു. നമ്മളെല്ലാവരും ഉറക്കുന്നുണ്ട്. മണിക്കൂട്ടം മാത്രം ഉറക്കം എണീറ്റില്ല. ഇരിക്കുന്നു. അതിൻ്റെ മഴയിലും മൂടില്ലാണ്. ഉറക്കം നേരത്തെ വിളിച്ചെണീപ്പിച്ചതിൻ്റെ ഇതിൽ വണ്ടിയിൽ ചെറിയൊരു പാക്കിങ്ങിൽ ചെറിയൊരു സംഭവം ചിക്ക് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ പിള്ളേർ അവിടെ നിന്ന് ചെറിയ ചെറിയ പരിപാടിയൊക്കെ കുറച്ച് വീണ്ടും ഒരു സ്ഥലത്ത് വന്ന് റെസ്റ്റ് എടുത്ത് വീണ്ടും ഒരു ബസ് സ്റ്റോപ്പ് നമ്മൾ കാണുന്നു. അപ്പോൾ നമ്മൾ രാവിലെ ഇവിടെ ഒരു പള്ളി കണ്ടു. മുണ്ടക്കല്ലേ മുണ്ടക്കൽ ഇതാണ് പള്ളി. വലിയ പള്ളി കേട്ടോ. കണ്ട നല്ല രസമുണ്ട്. ഇതാണ് നമ്മൾ കണ്ട പള്ളി. വലിയ പള്ളിയാണ് കേട്ടോ. നമ്മൾ മൂന്നാറിലോട്ടുള്ള യാത്ര തുടങ്ങിയിരിക്കുകയാണ്. വീണ്ടും രാവിലെ രാത്രി ഉറക്കമൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും യാത്ര തുടങ്ങിയിരിക്കുന്നു. നമ്മൾ ഇപ്പം നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ മാമലക്കണ്ടത്തിലോട്ട് പോകുന്ന റോഡാണ്. കാര്യം കഴിഞ്ഞ പ്രാവശ്യം നമ്മളവിടെ പോയതുകൊണ്ട് ഈ പ്രാവശ്യം നമ്മളവിടെ പോകുന്നില്ല. അല്ല നമ്മൾ ചേട്ടാ പോകുന്നില്ല. ചിക്കുവിനെ മിസ്സായി ചില സാങ്കേതിക കാരണത്താൽ. പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ മാമലക്കണ്ടത്തിൽ പോകുന്നില്ല. കുഴപ്പമില്ല, ഞാൻ പോയിട്ടുണ്ട്. ആകാശ് അപ്പോൾ ഒരു മികച്ചൊരു ഡ്രൈവറായിരുന്നു. നമ്മൾ ടീം മെമ്പേഴ്സ് അവഞ്ചേഴ്സ് അസംബിൾ. എനിക്ക് മൈര് വിലയിലിടുന്നത്. കഴിഞ്ഞ ഒരു 4-5 ട്രിപ്പ് നമ്മൾ മണിക്കൂറിനെക്കാറ്റി പോയി. എല്ലാ പ്രാവശ്യം വഴി തെറ്റിച്ച്.
ഈ പ്രാവശ്യം തെറ്റിച്ച് ഈ പ്രാവശ്യം ഒരു 4-5 മണിക്കൂർ കൂടുതൽ നമ്മളെ ചുറ്റിച്ച് മൂന്നാർ എത്തേണ്ട സമയം പക്ഷെ ഇതുവരെ എത്തില്ല മണിക്കൂറിന്റെ കാരണം. ഇതാണ് മണിക്കൂട്ടൻ. മാപ്പ് നോക്കണം നമുക്ക് കാണാം എന്നിട്ട് പറയില്ലേ ഞാൻ മാപ്പ് നമ്മൾ ലക്ഷ്മി എസ്റ്റേറ്റിലോട്ട് പോകുന്ന വഴിക്ക് കാണുന്ന കാഴ്ച ചെറിയൊരു വെള്ളച്ചാട്ടം. ഗൈസ് നമ്മളിപ്പോൾ കാണുന്നത് ലക്ഷ്മി എസ്റ്റേറ്റ് ആണ്. എൻ്റെ മനോഹരമായ കാഴ്ചകളുണ്ട്. ഫുള്ള് തേയിലത്തോട്ടം, കുറേ പാറകൾ. ഇവിടെ നിന്നാണ് ഇവർ ഇലയെടുത്ത് നമുക്ക് വേണ്ട തേയിലകൾ ലക്ഷ്മി എസ്റ്റേറ്റ് സെറ്റ് ചെയ്ത് തരണം. ഇതെല്ലാം അവരുടെ എന്താണെന്ന് വെച്ചാൽ തോട്ടങ്ങളാണ്. ഇത് ഫുള്ള് ലക്ഷ്മി. നമ്മൾ ടീമിൽ ബാക്കി 2 പേര് താഴെ നിൽക്കും. നമുക്ക് ബാക്കി ഇവിടുത്തെ കാഴ്ചകൾ ബാക്കി ഞാൻ കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ നമ്മുടെ ലൊക്കേഷനിൽ റൂമിലെത്തിയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ നിന്ന് കുറച്ച് പരിപാടിയുണ്ട്. കാരണം റെസ്റ്റ് കോട പറഞ്ഞതേ ഉള്ളൂ. അവിടെ നിന്ന് വരും ബാക്കിയുള്ളത് കാണിച്ചത് ഹംസടാ. ഓക്കെ, അപ്പോൾ ബാക്കി ലഗേജും കാര്യങ്ങളും ശ്രീകുട്ടൻ, ബാക്കി ടീംസ് മണിക്കുട്ടൻ, അപ്പു. അപ്പോൾ നമ്മളിന്ന് മൂന്നാറെത്തി. നമ്മൾ വൈകിട്ട് നമ്മൾ വീണ്ടും അടുത്ത പരിപാടിയിലോട്ട് പോകണം. നമ്മൾ എല്ലപ്പെട്ടിയിലോട്ട് പോവുകയാണ്. അപ്പോൾ അതാണ് നമ്മൾ അടുത്ത. ഓക്കെ, ഫുഡ് കഴിക്കാൻ എത്തിയിരിക്കുകയാണ്. നമ്മൾ രാവിലെ ഇത്ര കഴിച്ചു, പിന്നെ ഉച്ചയ്ക്ക് റൂമിലെത്തി. പക്ഷെ അതിനുശേഷം നല്ല മഴയായിരുന്നു, പറ്റിയില്ല. നല്ല കഴിക്കാൻ പറ്റില്ല, ഇറങ്ങാൻ പറ്റിയില്ല റൂമിൽ നിന്ന്. ഈ സമയത്താണ് ഇവിടെ നിന്ന് കഴിച്ചിട്ട് വേണം നമുക്ക് അങ്ങോട്ട് വലുതിനും. എങ്ങനെയുണ്ട് സാർ ഇത്രയും ദൂരമുള്ള യാത്ര? ക്ലൈമറ്റ് നമ്മൾ എല്ലാം പറ്റിയാണ്. മഴ പെയ്തു, ഇന്നലെ വരെ ഇല്ലാതിരുന്ന സമയത്ത് ഇന്ന് മഴ പെയ്തിരിക്കുകയാണ്. നമുക്കെല്ലാവരും നമ്മൾ ഓർഡർ ചെയ്ത ചിക്കൻ ബിരിയാണി എത്തിയിരിക്കുകയാണ്. എല്ലാവരും കഴിക്കണത് എങ്ങനെയുണ്ട് ചുറ്റും? പോരാടും ഉപ്പ് എന്തൊക്കെ ഉണ്ട്, പക്ഷെ വിശപ്പുള്ളതുകൊണ്ട് നല്ല രീതിയിൽ കഴിക്കുന്നു. ശ്രീകുട്ടാ, അപ്പോൾ നമ്മൾ ഗ്യാപ്പ് റോഡിൽ എത്തിയിരിക്കുകയാണ്. ഓക്കെ, നമ്മൾ മഴ കാരണം നമുക്ക് 2 സ്ഥലങ്ങൾ മിസ്സായി. അത് നമ്മൾ നാളെ പോകുന്നതായിരിക്കും. മാക്സിമം രാവിലെ നേരത്തെ എനിക്ക് നമ്മൾ നാളെ പോകും. അപ്പോൾ ഗ്യാപ്പ് റോഡിൽ കുറച്ച് നിങ്ങൾ ഓൾറെഡി ഞാൻ പണ്ടത്തെ വീട്ടിൽ ഇട്ടിട്ടുണ്ട്. നമ്മൾ 2 ദിവസം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എല്ലാം കവർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് വേറെ വിഷയങ്ങളില്ല. നമ്മുടെ ടീമിലെ ആസ്ഥാന ഫോട്ടോഗ്രാഫർ മണിക്കൂർ അവിടെ നിന്ന് സ്റ്റില്ല് പകർത്തുന്നു. അമൽ ചേട്ടാ എന്താണ് പറയാനുള്ളത്? മാറ്റിപ്പിടി. 6-7 വീടിൽ ഈ ഒരൊറ്റ ഡയലോഗേ ഉള്ളൂ. മഴ പെയ്തതിനു ശേഷം ക്ലൈമറ്റ് സെറ്റായി, കോട വന്നുകൊണ്ടിരിക്കുകയാണ്. ചിക്കുന് എങ്ങനെയുണ്ടോ? ഫുഡ് എങ്ങനെയുണ്ട് ചിക്കു? ഫുഡ് വിശന്നിരുന്നോണ്ട് കുഴപ്പമില്ല, നല്ല ഫുഡ്. പക്ഷെ അതൊക്കെ പോയിട്ട് ഞാൻ ഗ്യാപ്പ് റോഡ് വരാൻ കാരണം വേറെ ഒന്നുമല്ല. പറ. വണ്ണസിനെ കാണാൻ. എവിടെ വണ്ണസുണ്ടോ? വണ്ണസിനെ കണ്ടില്ല, തപ്പിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നുണ്ടോ ട്രിപ്പ് ഉണ്ടോ? വണ്ണസിനുണ്ടോ? കണ്ടില്ല. അപ്പൊ അപ്പു ഫസ്റ്റ് ടൈമല്ലോ അപ്പൊ ഗ്യാപ്പ് റോഡില്? എങ്ങനെയുണ്ട് അപ്പുന്റെ ഒരു ഇത്? എന്താണ് എന്തേലും മാറ്റി പറയടാ. മണിക്കൂട്ടെ ലെൻസ് കാർഡ് തീട്ടാ വാടാ. ബീജമായിട്ട് മാസാകളെ
കോട വന്നുകൊണ്ടിരിക്കണം. മഞ്ഞ വെളിച്ചം മുഖത്തേക്ക് അടിക്കുന്നു. അവിടെ മൂന്നാറിലെ രാത്രി കാഴ്ചകൾ ഫുള്ളായി. നമ്മൾ ടീം ബാക്കിയുള്ളവർ താഴ്ന്ന് നടന്ന് പറഞ്ഞേ ഉള്ളൂ. കണ്ട അവിടെ കൂടി വണ്ടികൾ പോകുന്നു. നമ്മളിവിടെ പിന്നെ നമ്മുടെ ടീമങ്ങൾ ഇവിടെ റെഡിയായിക്കൊണ്ടിരിക്കുന്നു. ഉറക്കം ഗായ്സ്. അങ്ങനെ നമ്മൾ മൂന്നാറിൻ്റെ റൂമിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പിള്ളേരെല്ലാവരും കാണിച്ചു തരാം എന്താണ് പരിപാടി എന്ന്. ഉറക്കത്തിൻ്റെതായ ഒരു വക്കിലോട്ടാണ് നമ്മൾ ചേട്ടാ വീഡിയോ എടുക്കണമെന്ന് ഉറങ്ങി കാണിക്കുകയാണ്. ചിക്കു കാണാൻ ചേട്ടൻ ശ്രീട്ടോടെ എടാ നിന്റെ വയറതിൽ വന്നറ ശ്രീകുട്ട. നല്ല വീഡിയോ എനിക്ക് കളയാൻ പറ്റൂല ചേട്ടാ. വന്നിട്ട് ചേട്ടാ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, ഫോട്ടോ എടുക്കാൻ വേണ്ടി പോകുന്നതിനുള്ള ഒരു തയ്യാറെടുപ്പാണ്. ഗെയ്സ് മിക്കവാറും കിട്ടി കാണൂല. ഗെയ്സ് വെളിയിലായെന്നാണ് തോന്നുന്നത്. കൊള്ളാട ഫോട്ടോ. അത് കൊള്ളാം. എന്റെ ഫോട്ടോ അല്ലേ? Okay boys, good day.